സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിൽ. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം വീണ്ടും വാർത്തകളിൽ നിറയുകയാണല്ലോ അല്ലെ. പ്രതിയായിട്ടുള്ള അഫാന്റെ ഉമ്മ ഷെമിയുടെ ചില നിർണായക മൊഴികൾ പുറത്തു വന്നതോടെയാണ് ഈ കേസ് വീണ്ടും ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. അഫാൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നും താൻ കട്ടിലിൽ നിന്നും കാല് തെറ്റി വീണതായിരുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ ഷെമി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസിൽ മൊഴി കൊടുത്തത് പോലും അങ്ങനെയായിരുന്നു. ഇന്നലെ രാവിലെ 24 ന്യൂസ് ടീം അഫാന്റെ ഉമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരോട് പോലും താൻ കാല് തെറ്റി വീണതാണെന്നാണ് ഷെമി പറഞ്ഞത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ ഷെമി യഥാർത്ഥ സത്യം തുറന്നു പറയുകയായിരുന്നു. അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷെമി സമ്മതിച്ചു കഴിഞ്ഞു. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിറകിൽ നിന്നും കഴുത്തിൽ ഷോൾ കൊണ്ട് മുറുക്കുകയായിരുന്നു അഫാൻ ചെയ്തത്. ഇത്രയും കാലം അഫാനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന ഷെമി ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ വരെ അഫാൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചിരുന്ന ആള് തന്നെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മൊഴി മാറ്റി പറഞ്ഞു, സത്യം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അതിന് പിന്നിൽ പെട്ടെന്നുണ്ടായ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും 24 ന്യൂസിനോട് ഷെമി സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളത്. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ അഫാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഉമ്മാന്റെ സ്നേഹം എന്നൊന്നും പറഞ്ഞ് ആരും ഗ്ലോറിഫൈ ചെയ്യാൻ വരണ്ട. ഇങ്ങനെയല്ല ഒരു ഉമ്മ മകനെ സ്നേഹിക്കേണ്ടത്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. അതും ചെറിയ തെറ്റ് വല്ലതുമാണ് അഫാൻ ചെയ്തേക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിലൊന്നാണ് അവൻ ചെയ്തത്. ക്ഷമിക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുമല്ലോ. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ. പിന്നെ പോലീസിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും മീഡിയയിൽ നിന്നും ഒക്കെയായി ഷെമി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അഫാൻ കൊന്നു കളഞ്ഞ് ഇവരുടെ ഇളയ മകനെ കുറിച്ചെങ്കിലും ഓർക്കണ്ടേ. ഇനി ഷെമിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് തലക്കടിയേറ്റ് ഓർമ്മ പോയതാണ് എന്നൊന്നും പറഞ്ഞ് ആരും വരാൻ നിൽക്കണ്ട. അഫാനെ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അന്ന് നടന്ന കാര്യങ്ങൾ തനിക്ക് ഓർമ്മയുണ്ടെന്നും ഇവർ 24 ന്യൂസിനോട് പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കേട്ടോക്കാം. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. ഒന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള്, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? റഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഓക്കെ, കൊച്ചിനെ സ്കൂളിൽ വിട്ടതും ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഷെമിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അഫാൻ ആക്രമിച്ചത് മാത്രം ഓർമ്മയില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഓർമ്മ തിരിച്ചു കിട്ടി കേട്ടോ. അതാണ് കോമഡി. ഇത്തവണ പോലീസ് വന്ന് ചോദിച്ചപ്പോ ഇവര് മണിമണിയായി കാര്യം പറഞ്ഞു. ബാക്കി കണ്ടോക്കാം. മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല, ഇവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കാം. ബെസ്റ്റ്. കൊച്ചിനെ ഇറക്കിയും തരാം, വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചും തരാം. എന്തേ മതിയോ? ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റിയൊരു മുതല്. സത്യം പറയാലോ, എനിക്ക് ഉമ്മാനെ കരച്ചിൽ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു സാധാപവും തോന്നുന്നില്ല. എന്തോ ഒരു മാതിരി അറപ്പാണ് തോന്നുന്നത്. 5 കൊലപാതകങ്ങൾ ചെയ്തൊരു കൊടും കുറ്റവാളിയാണ് ഇവർ രക്ഷിക്കാൻ പറയുന്നത്. ഇവർ ആദ്യം കട്ടിലിൽ നിന്നും വീണതാണെന്ന് മൊഴി കൊടുത്ത സമയത്ത് എനിക്ക് ഇവരോട് സാധാപമായിരുന്നു. അന്ന് അഫാൻ ചെയ്ത മറ്റു കൊലപാതകങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് അറിവില്ലായിരുന്നു. അന്ന് ഇവരും മകനെ സംരക്ഷിക്കാൻ വേണ്ടി കട്ടിലിൽ നിന്നും വീണതാണെന്ന് പറഞ്ഞപ്പോ അതൊരു ഉമ്മാന്റെ സ്നേഹം മാത്രമായിട്ടേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടും ഇളയ മകനെ അടക്കം അവൻ കൊന്നതാണെന്ന് അറിഞ്ഞിട്ടും എന്റെ മകനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇതിനൊന്നും ദയവ് ചെയ്ത് ആരും ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കരുത്. അഫാൻ കാരണം സ്വന്തം മകളെ നഷ്ടപ്പെട്ട വേറൊരു ഉപ്പയും ഉമ്മയും ഉണ്ട്. അഫാന്റെ കാമുകിയായിരുന്ന ആ ഫർസാനയുടെ മാതാപിതാക്കൾ. അവരുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? ഉപ്പാന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നു. അവർക്ക് മക്കളുണ്ടായിരിക്കില്ലേ? അവരുടെ നഷ്ടം ആര് നികത്തി കൊടുക്കും? അതിനിടയിലുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയോ? 24 ന്യൂസ് അഫാന്റെ ഉപ്പാക്കും ഉമ്മാക്കും വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട്? ഷെമിയോടും അഫാന്റെ ഉപ്പയായിട്ടുള്ള അബ്ദുൾ റഹീമിനോടും ഇതിനെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ യഥാർത്ഥത്തിൽ അങ്ങ് വെച്ച വീട്ടിൽ ഇപ്പം അങ്ങേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ല. അവിടെ ഓർമ്മകൾ ഇങ്ങനെ വലിയ അപകടമാണല്ലോ.
അപ്പോ ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില്? കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ വെച്ചത് അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. നിങ്ങൾ അതിലൊന്നും വിഷമിക്കണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങനെ ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ഷെഫാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. എന്തായാലും വളരെ മികച്ചൊരു തീരുമാനം തന്നെ. വീടിന് മുന്നിൽ ശ്രീകണ്ഠൻ നായർ വക എന്നൊരു ബോർഡ് എഴുതി തൂക്കിയാൽ സെറ്റായി. ഒന്നും പറയാനില്ല. സത്യം അറിയാലോ, എന്ത് കണ്ടിട്ടാണ് ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഈ കേസ് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ധൃതി വെച്ചൊരു വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ കേസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലവിലുണ്ട്. പല കാര്യങ്ങളും മറന്നീക്കി പുറത്തു വരാനുണ്ട്. ഷെമിക്കും അഫാനും 40 ലക്ഷത്തോളം രൂപ കടബാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഭാര്യയ്ക്കും മകനും എങ്ങനെ ഇത്രയും വലിയ കടബാധ്യത വന്നത് എന്നതിനെ കുറിച്ച് അബ്ദുൾ റഹീമിന് ഒരു ഐഡിയയും ഇല്ല. അയാൾക്ക് ആകെ അറിയാവുന്നത് ബാങ്കിൽ നിന്നെടുത്ത 15 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോണിനെ കുറിച്ചാണ്. ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള മുഴുവൻ തുകയും അബ്ദുൾ റഹീം വീട്ടിലേക്ക് അയച്ചു കൊടുത്തതാണ്. എന്നാൽ ഷെമിയും അഫാനും ആ തുക ബാങ്കിൽ അടച്ചില്ല. അബ്ദുൾ റഹീം തന്നെ അതിനെ കുറിച്ച് പറയുന്നൊന്ന് കേട്ടോക്കാം. എന്നാൽ ഇത്രയും സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ വന്ന് സംഭവിച്ചറിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത്രയും ബാധ്യത ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതുപോലെ പലിശ കടന്നു കൂടി അങ്ങനെയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. പലിശ കൊടുത്തതാണെന്നാണ് പറയുന്നത്. പലിശ അവിടെ നിന്നൊക്കെ മാറ്റി പലിശക്കാർക്ക് കൊടുത്തതാണ് പറയണത്. എന്നാലും 23 വയസ്സുള്ള അഫാൻ എന്തിനാണ് അത്ര ചെലവെന്ന് മനസ്സിലാവുന്നത്? അപ്പൊ ഞങ്ങൾ വലിയ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ വലിയ ആഡംബരമൊന്നും നേരത്തെ ഒന്നും ഇല്ല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. നേരത്തെ അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുന്ന ഒരാളായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതോ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വെളിഞ്ഞാട് ബ്രാഞ്ചിൽ അവർ ദുരിതമായി ശല്യം ചെയ്യുമായിരുന്നു. എത്ര രൂപ എടുത്തിട്ടുണ്ടാവോ? അവിടെ നിന്ന് ഞാൻ ഹൗസിംഗ് ലോണാണ് എടുത്തത്. ആദ്യം 15 ലക്ഷം രൂപ. ആ പൈസ ഞാൻ അയച്ചു കൊടുത്ത് അടച്ചു തീർത്തിട്ടില്ലായിരുന്നു അവര്. അതിക്കല്ലേ എടുത്തു. അഫാൻ എന്തിനാ വിളിക്കുന്നത്? അഫാനല്ലേ വിളിച്ചത്. ഭാര്യയെ വിളിച്ച് സംസാരിച്ചതാണ്. അവരെ അയച്ചു കൊടുത്തിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അത് ആ പൈസ അടച്ചിട്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിപ്പോൾ. പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അക്കൗണ്ട് ലോൺ ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ചെയ്തിട്ടില്ല. അത് 6-7 വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ ഉള്ളതാണ്. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് 24 ന്യൂസ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ വീട് വെച്ച് കൊടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത് വരെ കാത്തിരുന്നൂടെ എന്നാണ് എന്റെ ചോദ്യം. നാളെ അഫാൻ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ അവനും ഈ വീട്ടിൽ വന്ന് താമസിക്കില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഷെമി എന്തായാലും അവനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ നാട്ടിൽ ഇതിനും അർഹരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് വെച്ച് കൊടുത്തോളൂ. പക്ഷെ അതിനൊന്നും ഇത്ര ന്യൂസ് വാല്യൂവോ ജനശ്രദ്ധയോ കിട്ടില്ലല്ലോ അല്ലെ? എന്താ ഇപ്പൊ പറയാ? എന്തായാലും അഫാൻ ഉപ്പാക്ക് പറയാനുള്ള ചില കാര്യങ്ങളും കൂടി കേട്ടിട്ട് അവസാനിപ്പിക്കാം. ഈ അഫാനെ അങ്ങ് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, കാണാൻ ആഗ്രഹമില്ല. കാണണമെന്ന് ആഗ്രഹം. പാവ മനുഷ്യനാണ് സാറേ. എത്രയുണ്ട് സാറേ ഒരു പാവ മനുഷ്യൻ. നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആവണം. നമ്മളെ കൈവിട്ട് പോകാതെ നമ്മളെ മക്കളെ സൂക്ഷിക്കണം വളർത്തി. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ 7 വർഷത്തോളം വരാൻ പറ്റാതെ അവിടെ നിന്ന് പോയതാണ്. എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ജീവിതമാർഗം തേടി പോയതാണ് ഗൾഫിലോട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ആയി പോകുന്നുള്ള പ്രതീക്ഷ നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ നമ്മുടെ മക്കളെ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അഫാന്റെ ഉപ്പക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെ? സംഭവം ഇയാൾ ഗൾഫിൽ കുടുങ്ങി പോയതാണ്. എന്നാൽ പോലും 7 വർഷം നാട്ടിലേക്ക് വരാതിരുന്നതും തന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് വന്ന് അന്വേഷിക്കാൻ കഴിയാതിരുന്നതും മക്കൾ എങ്ങനെയാണ് വളരുന്നത് എന്ന് അറിയാൻ ശ്രമിക്കാതിരുന്നതും ഒക്കെ തന്റെ തെറ്റായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ? അഫാൻ എന്തുകൊണ്ട് ഇത്രയും ക്രൂരതകൾ ചെയ്തു എന്ന് ഇദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത്. സാമ്പത്തിക ബാധ്യതയും പകയും ഒക്കെ തന്നെ ആയിരിക്കണം കാരണം അല്ലെ? ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. എന്തായാലും മകനെ കാണാൻ താല്പര്യമില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം അഫാനെ പോയി കാണണം. എന്നിട്ട് എന്തിനാണ് ഈ ക്രൂരതകൾ മുഴുവൻ ചെയ്തതെന്ന് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്തൊക്കെ വളരെ കൂളായി നിൽക്കുന്ന അഫാനെ നമ്മൾ കണ്ടതാണ്. ഉപ്പാനെ കണ്ണിൽ നോക്കി അവൻ അതുപോലെ കൂളായി മറുപടി പറയാൻ കഴിയുമെന്ന് അറിയണമല്ലോ. സ്വന്തം അനിയന്റെ നിഷ്കളങ്കമായിട്ടുള്ള മുഖത്ത് നോക്കി അവനെ നിഷ്കരുണം അടിച്ചു കൊന്നവന് ഉപ്പാന്റെ മുഖത്ത് നോക്കി കാര്യം പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഷെമിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഴികൾ എടുക്കുന്നതോടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.